കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ഉമ്മ തോമസ് MLAക്ക് ഗുരുതര പരിക്കിനിടയായ സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർ മുരളി തുമ്മാരക്കുടി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയും രക്ഷാപ്രവർത്തനവും എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. കലൂരിലെ നൃത്ത പരിപാടിക്കിടയിൽ സ്റ്റേജിൽ നിന്നും ശ്രീമതി ഉമ്മ തോമസ് വീണ സാഹചര്യം ശ്രദ്ധിക്കുന്നു. ഗുരുതരമായ അപകടമാണെങ്കിലും ശ്രീമതി ഉമ്മ തോമസ് അപകടനില ഏറ്റവും വേഗത്തിൽ തരണം ചെയ്യട്ടെയെന്നും പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കട്ടെയെന്നും ആശിക്കുന്നുവെന്നാണ് കുറിപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിപാടിയുടെ സുരക്ഷാ നിലവാരം കണ്ട് കഷ്ടം തോന്നുന്നു. ഗ്യാലറികൾക്ക് മുകളിൽ ഗ്രൗണ്ടിൽ നിന്നും ഏറെ ഉയരത്തിൽ തികച്ചും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ്, അതിൽ നിന്നും താഴെ വീഴുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങളില്ല. കേട്ടിടത്തോളം ആദ്യം പ്ലാൻ ചെയ്തതിലും ഇരട്ടി ആളുകൾ സ്റ്റേജിലേക്ക് എത്തി. സ്റ്റേജ് മൊത്തമായി തകർന്നു വീഴാത്തത് ഭാഗ്യം. അപകടമുണ്ടായത് വളരെ അരക്ഷിതമായ സാഹചര്യം കൊണ്ടാണെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെ കൈകാര്യം ചെയ്ത രീതി കണ്ട് പിന്നെയും നടുങ്ങി. നട്ടലിനും കഴുത്തിനുമൊക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള ഒരു സ്ട്രക്ചറിൽ വേണം എടുത്തുകൊണ്ട് പോകാൻ. അങ്ങനെയുള്ള ഒരാളെ എന്ത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പരിക്കിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയുള്ളൂ. എത്രയും വേഗം പ്രൊഫഷണലായ ഒരു രക്ഷാപ്രവർത്തനം ലഭ്യമാക്കുമെന്ന വിശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കിട്ടുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നത്. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ കാർ പാർക്കിങ്ങിന് വേണ്ടി പോലും ഡസൻ കണക്കിന് ആളുകളെ നിയമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനമുള്ള 4 പേരോ അത്യാവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങളോ ഒരിടത്തും കാണാറില്ല. ഒരു വർഷം 10,000 ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നത്. അതിൽ പല മടങ്ങ് ആളുകൾ ജീവിതകാലം മുഴുവൻ മാനസികമായും ശാരീരികമായും വെല്ലുവിളികളോടെ ജീവിക്കുന്നു. ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരതാ പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സുരക്ഷിതരായിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയെന്ന് GCDA അധികൃതർ പ്രതികരിച്ചിരുന്നു. സ്റ്റേജ് നിർമ്മാണത്തിന്റെ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ISL മത്സരങ്ങൾക്ക് സ്റ്റേജ് വിട്ടു നൽകുമ്പോൾ ഉണ്ടായിരുന്ന നിബന്ധനകൾ പ്രകാരമാണ് ഈ പരിപാടിക്കും സ്റ്റേഡിയം അനുവദിച്ചതെന്നും അധികൃതർ പറഞ്ഞു. സ്റ്റേജ് നിർമ്മിച്ച സംഘാടകർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ഫയർഫോഴ്സ് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പ്രധാന അതിഥികൾക്ക് ഇരിക്കാനും മ്യൂസിക് ബാൻഡിനുമായി 2 സ്റ്റേജുകളാണ് പരിപാടിക്കായി നിർമ്മിച്ചത്. 2.5 മീറ്റർ മാത്രം വീതിയുള്ള സ്റ്റേജിലാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇരിക്കാനായി സൗകര്യമൊരുക്കിയത്. ഇതിൽ 2 നിരയിൽ കസേരകളും ഇട്ടിരുന്നു. 2 ഇഞ്ച് മാത്രമായിരുന്നു നടക്കാനായി നൽകിയിരുന്നത്. ഇതിലൂടെ നടക്കുന്നതിനിടയിലായിരുന്നു MLA കാൽവഴുതി താഴേക്ക് വീണത്. VIP ഗാലറിയിൽ ബാരിക്കേഡ് ഇല്ലായിരുന്നുവെന്നും കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുക്കുമെന്നും GCDA അറിയിച്ചു. അതേസമയം ഉമ്മ തോമസ് MLAയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു. തലയോട്ടിയിലെ മുറിവുകൾ തുന്നിക്കെട്ടി. ആന്തരിക രക്തസ്രാവം ഇപ്പോഴില്ല. രക്തസമ്മർദ്ദം ഇപ്പോൾ സാധാരണ നിലയിലാണ്. ശ്വാസകോശത്തിൽ ചതവുണ്ട്. ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു.